ഹായ്, ആർച്ചച്ചിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോ ആണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല. ഹോസ്പിറ്റൽ കേസായിരുന്നു. ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, അഡ്മിറ്റാണ്. രണ്ട് പല പല ആശുപത്രിയിൽ കയറിയിറങ്ങിയിരിക്കുകയായിരുന്നു. പനിയും ചുമയും ഇപ്പം എല്ലാവർക്കും ഉള്ളതാണ്. പനി, ചുമ. ഇപ്പോഴത്തെ ചുമ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നല്ല രീതിയിൽ ശ്രദ്ധിക്കുക, റെസ്റ്റ് എടുക്കുക. പിന്നെ ഇടയ്ക്കിട്ട് ചുമയുണ്ടാവും കേട്ടോ, ഒന്നും തോന്നരുത്. ഞാൻ വെറുതെ ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് ഓർത്ത് ആശുപത്രിയിൽ. ഇപ്പോഴാണ് തല പൊന്തിയത്. 2-3 ദിവസമായിട്ട് തലയൊന്നും പൊന്തലുണ്ടായില്ല, ഒരു ഉഷാറൊന്നും ഉണ്ടായില്ല. അതാണ് ഇന്നാണ് തലയൊക്കെ പൊന്തി ആകെ ഉഷാറായത്. ഛർദിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് പനി ആദ്യം ഒരു തുമ്മലായിരുന്നു. അത് നിങ്ങൾക്കറിയാം, ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞ കാര്യം. അപ്പോൾ സർജറി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് തുമ്മലും പനിയും ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചുമയും പനിയും വന്നിട്ട് ഛർദിയായിരുന്നു, ഭയങ്കര ഛർദി എന്ന് പറഞ്ഞാൽ ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പിന്നെ അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി, അവിടെ ഇഞ്ചക്ഷനൊക്കെ നരമ്പ് പോലും കിട്ടുന്നുണ്ടായില്ല. അങ്ങനെ ഒത്തിരി ശ്രമിച്ച് അവരെയൊക്കെ നരമ്പൊക്കെ കിട്ടി ഇഞ്ചക്ഷനൊക്കെ ഇട്ട് ട്രിപ്പിട്ട്, എന്നിട്ടും കുറവുണ്ടായില്ല. അത് കഴിഞ്ഞ് ഇവിടെ കുറവലങ്ങാട് വിൻസെൻ്റ് ഹോസ്പിറ്റലാണിത്. നല്ല ആശുപത്രിയാണ് കേട്ടോ. നല്ല ഡോക്ടർമാർ, നല്ല നേഴ്സുമാർ, നല്ല നോക്കാനും എല്ലാത്തിനൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. സിസ്റ്റർമാരും കാര്യങ്ങളും എല്ലാം മരുന്ന് തരാനും എന്തിനെപ്പോഴും ഓടിയെത്തും സിസ്റ്റർമാർ. കാര്യങ്ങളെല്ലാം ചോദിക്കും. എല്ലാം വലിയ എനിക്ക് കുഴപ്പം തോന്നിയില്ല. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല ഒരു സൈലൻ്റാണ്. പിന്നെ ഡോക്ടർമാരാണെങ്കിൽ 2 നേരം വരും. പിന്നെ എല്ലാം കൊണ്ടും നല്ലതാണ്. മരുന്നും കാര്യങ്ങളും കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞാണ് അവിടെ ആശുപത്രിയിൽ, കുറവലങ്ങാട് ആശുപത്രിയിൽ ഗവൺമെൻറ്. ഒരു ചുമ വരുന്നുണ്ട്, അധികം സംസാരിക്കാൻ പറ്റണില്ല. അപ്പം എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനെ ചുമ അങ്ങനെ ഇതുവരെയായിട്ടും വലിയ അസുഖങ്ങളായിട്ട് വന്നിട്ടുണ്ടായില്ല ചുമ. അപ്പം ചുമ പിന്നെ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ ചെക്കപ്പിന് എറണാകുളത്ത് പോയത് അടുത്ത ദിവസമായിരുന്നു, 22-ാം തീയതി ആയിരുന്നു പോയത്. അപ്പം അങ്ങനെ പോയി അവിടെ യാത്ര ചെയ്തൊക്കെ വന്നപ്പം അതിൻ്റെയും കാലാവസ്ഥയുടെയും ഇൻഫെക്ഷൻ എവിടെ നിന്നാണെന്നറിയില്ല, എവിടെ നിന്നോ ഒരു ഇൻഫെക്ഷൻ കിട്ടി. അങ്ങനെ ന്യൂമോണിയ മാറിയത്. അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പം ഞാൻ. അപ്പോൾ ഈ ട്യൂബ് ഇട്ടേക്കുന്ന 2 പേർക്കും ഒരു പേടിയായിരുന്നു. ഈ സർജറി കഴിഞ്ഞിരിക്കുന്ന 2 കുറച്ച് പേടിയും കാര്യങ്ങളായിരുന്നു. പക്ഷേ ന്യൂമോണിയ ഇരിക്കുന്ന ആളെ എങ്ങനെ അവരെ വീട്ടിലേക്ക് പറഞ്ഞുവിടാം. ഡോക്ടർ ചികിത്സിക്കാമെന്ന് പറഞ്ഞു, ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പം എനിക്ക് കുറവുണ്ട്, നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ ഷുഗറൊക്കെ കൺട്രോളായിട്ടാണ്, ഷുഗറെല്ലാം കൺട്രോളായി. പിന്നെ ഇപ്പോൾ അനിയനാണ് കൂടെ. അപ്പോൾ ഇവിടെ പ്രൈവറ്റ് ആശുപത്രിയാണിത്. അപ്പോൾ വാർഡ് അങ്ങനെയൊന്നുമില്ല, ഇത് റൂമാണ്, ചെറിയൊരു റൂം. അത്യാവശ്യം നല്ല സൗകര്യമുള്ള റൂമാട്ടോ. ഞാൻ കാണിച്ചു തരാം. ഉണ്ടോ, മേശ, കസേര, ഇവിടെയായിട്ട് ബാത്റൂം. ഇവിടെ ഒരു ചെറിയ കട്ടിൽ അനിയന്തേ കിടക്കുന്നുണ്ട്, ചെറിയൊരു കട്ടിലുണ്ട്. എല്ലാ സൗകര്യം. അവിടെ പാർക്ക് പോലെ കുട്ടികൾക്ക് ചെറിയൊരു പാർക്ക് പോലെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തരം ഡോക്ടർമാരും കാര്യങ്ങളും ഇവിടെ ഉണ്ട്. പിന്നെ വേറെ വിശേഷങ്ങൾ അങ്ങനെ. ഇത് ട്യൂബ് ഇട്ടിരുന്നവരുണ്ട്. ന്യൂമോണിയ വന്നതിന് നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ സാധാ ഒരു മനുഷ്യന് ന്യൂമോണിയ വന്നാലും ഡോക്ടർ പറഞ്ഞ് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഇഞ്ചക്ഷൻ കൊടുത്ത് അവർക്ക് ഗുളികയായാലും കൊടുത്ത് വീട്ടിലേക്ക് വിടാം. ഇഞ്ചക്ഷൻ ആയാലും 2 ദിവസം എടുത്ത് കുഴപ്പമില്ല, വലിയ പ്രശ്നമില്ല. പക്ഷേ എനിക്ക് ഈ സർജറി കഴിഞ്ഞിരിക്കുന്ന 2 ട്യൂബ് ഇട്ടേക്കുന്ന 2 ആൻറ്റിബയോട്ടിക് സാധാരണ എടുക്കുന്നവരെ പോലെയല്ല, ഇച്ചിരി ഹൈ ഡോസ് ആൻറ്റിബയോട്ടിക്കാണ് എടുക്കുന്നത്. ഇച്ചിരി കൂടുതൽ വ്യത്യാസമുള്ള മരുന്നുകളായിരിക്കും. അപ്പോൾ അതെല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു.
പിന്നെ ഛർദിയുടെ ഇഞ്ചക്ഷൻ ഉണ്ട്, ഗ്യാസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്, അതെല്ലാം എടുക്കുന്നുണ്ട്. നന്നായിട്ട് നോക്കുന്നുമുണ്ട് അവർ. ഭക്ഷണമൊന്നും കഴിക്കാൻ പിന്നെ ഒട്ടും പറ്റണ്ടായില്ല. എന്തെങ്കിലും ഭക്ഷണം വായിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഛർദ്ദിക്കും. ചുമച്ച് ഛർദിയോട് ഛർദിയായിരുന്നു. അപ്പോൾ ഈ കോട്ടയത്ത് കുറവിലങ്ങാട് നല്ല ഹോസ്പിറ്റലിൽ തൊട്ടടുത്ത് തന്നെ, വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഹോസ്പിറ്റലുണ്ട് ഇവിടെ. അതിലെനിക്ക് ഞാൻ വൈകിയാണ് ഇത് അറിഞ്ഞത്, ഈ ആശുപത്രി. പക്ഷേ ഇവിടുത്തെ സിസ്റ്റർമാർ എല്ലാവരും, കന്യാസ്ത്രീ സിസ്റ്റർമാർ കൂടുതലുണ്ട്, അല്ലാത്ത സിസ്റ്റർമാരും എല്ലാവരും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കെയറിങ്ങാണ് നമ്മളോട്. നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ധൈര്യവും ആശ്വാസവും കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഇച്ചിരി അവശതയായി, ശരീരമൊക്കെ ചീർത്തിട്ടുണ്ട്, മോന്തയൊക്കെ നേര് പോലെ. അപ്പോൾ ഇനി ന്യൂമോണിയ വന്ന കാരണം കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ഇനി 1 വർഷം കഴിഞ്ഞതുകൊണ്ടും കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും അങ്ങോട്ടുണ്ട്. പിന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയങ്ങളാണ്. നല്ല ചുമയുണ്ട്, അധികം നേരം സംസാരിക്കുന്നില്ല. ബാക്കി അനിയൻ സംസാരിക്കും. എന്തെങ്കിലും പറ, എനിക്ക് വയ്യ, ചുമയുണ്ട്. ഇപ്പോഴത്തെ ചുമ നല്ല സീനാണ്. എല്ലാവരും ചൂടുവെള്ളമൊക്കെ കുടിക്കുക, റെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ ചുമ ഇങ്ങനെ വെച്ചോണ്ടൊന്നും ഇരിക്കല്ലേ, ഹോസ്പിറ്റലിൽ പോവുക, പോയി ബ്ലഡ് കാര്യങ്ങളൊക്കെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക, എക്സ്റേയും കാര്യങ്ങളൊക്കെ എടുക്കുക. പിന്നെന്തിട്ട് ഇതൊക്കെ തന്നെ. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ കാലാവസ്ഥയുടെയാണ്, ഇപ്പോൾ പല ക്ലൈമറ്റ് ചേഞ്ച് കാര്യങ്ങൾ, അപ്പം അതിൻ്റെയൊക്കെയാണ് മെയിനായിട്ട് പ്രശ്നങ്ങൾ. പിന്നെ മിക്കവർക്കും ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നല്ല ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കവർക്കും വിട്ടുമാറാത്ത ചുമ, ശ്വാസം മുട്ടൽ. അപ്പം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടേണ്ട ഒരു സാധനം പറഞ്ഞല്ല, എന്ത് ചെയ്യുന്നത്? എനിക്കിപ്പോൾ കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നെല്ലിക്ക മേടിച്ചിട്ട് നിങ്ങൾ എല്ലാവരും നന്നായി വൃത്തിയാക്കി കഴുകി തുടച്ചെടുക്കുക. തുടച്ച് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഈ നെല്ലിക്ക ആവിയിൽ പുഴുങ്ങണം. ആദ്യം തന്നെ ഒന്ന് വേവിക്കണം. വേവിച്ചിട്ട് അത് പനം കൽക്കണ്ടില്ലേ, അല്ലെങ്കിൽ ശർക്കരയാണ് ശർക്കര, അല്ലെങ്കിൽ പനം കൽക്കണ്ടമാണ് ഏറ്റവും നല്ലത്. ആ കൽക്കണ്ടം നോൺ സ്റ്റിക്ക് ചട്ടിയിൽ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കുക, ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് ആ ഉരുക്കുന്ന സമയം തന്നെ ഈ നെല്ലിക്കയും ഇടാം. എന്നിട്ട് അത് ഇങ്ങനെ കുറുകി നല്ലോണം കുറുകിയെടുക്കുക. എന്നിട്ട് അത് ചൂടാറിയിട്ട് ഒരു കുപ്പിക്കകത്ത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഇച്ചിരി ഏലക്കായും കുരുമുളകും ഒരിത്തിരി വേണമെങ്കിൽ ചേർക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ മതി. അത് നല്ലതാണെന്ന് പറഞ്ഞ്, ഇപ്പം ഏറ്റവും നല്ലതാണത്, ഇമ്മ്യൂണിറ്റി പവറിന് നല്ലതാണ്. ഇത് ന്യൂമോണിയ വരുന്നവർക്കൊക്കെ ഇച്ചിരി ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. കാൽസ്യക്കുറവ്, അയൺ കുറവ് എല്ലാം പൊതുവെ ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞു. അതുകൊണ്ട് അതൊക്കെ നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. കൂടുതലായിട്ട് ശ്രദ്ധിക്കുക എല്ലാവരും. പിന്നെ എന്തെങ്കിലും അസുഖമുള്ളവർ, അല്ലെങ്കിൽ എന്ത് സർജറി കഴിഞ്ഞവരും, സർജറി കഴിഞ്ഞായിരിക്കുന്ന നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുക. ഞാൻ മാസ്ക് വയ്ക്കാതെ ഇരുന്നതുകൊണ്ടാണ് എനിക്ക് മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ശ്വാസം മുട്ടൊന്നും പറഞ്ഞ് ഞാൻ മാസ്ക് വയ്ക്കാറില്ല. അപ്പോൾ അത് മാസ്ക് വയ്ക്കാതെയാണ് പുറത്തൊക്കെ ഇറങ്ങി നടന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഇൻഫെക്ഷൻ അടിച്ചത്. അപ്പോൾ മാസ്കൊക്കെ വയ്ക്കുക. പിന്നെ കൂടുതൽ വളരെയധികം അവർ റെസ്റ്റും കാര്യങ്ങളും ചെയ്യുക. പിന്നെ ഏതൊരു സർജറി കഴിഞ്ഞാലും നമ്മൾ ഓർക്കും 1 വർഷം കഴിഞ്ഞാൽ കുഴപ്പമില്ലാന്ന്. പക്ഷെ എനിക്ക് ലൈഫ് ടൈം ആ ട്യൂബ് ഇട്ടേക്കണേ, കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷെ നമുക്ക് 1 വർഷം എത്തുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പ്രവർത്തനങ്ങളും കാര്യങ്ങളും തുടങ്ങണമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ട്യൂബിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഈ 1 വർഷം കഴിയുമ്പോഴാണ് കൂടുതൽ തുടങ്ങിയേക്കുന്നത്. അപ്പോൾ കൂടുതൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്
ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോഴും കട്ടിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ ശ്രദ്ധിച്ചിടണം. ഓക്കെ, പിന്നെ ചെറിയൊരു വീഡിയോ, ഞങ്ങളുടെ ആശുപത്രി വീഡിയോ ആണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ആശുപത്രി വീഡിയോ എന്ന് പറഞ്ഞാൽ പുതിയൊരു വീഡിയോയിലേക്ക് കാണാം. പുതിയൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് കാണാം. എന്തായാലും ഉടനെ നല്ലൊരു വീഡിയോ എന്തായാലും ഉണ്ടാവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ലൊരു വീഡിയോ ഒക്കെ എടുത്ത് ഇടണം. പിന്നെ ഞങ്ങളുടെ ഇടണം. ഞങ്ങളുടെ പുതിയ പടം ഒരു വടക്കം പ്രണയപർവ്വം, അത് തന്നെ അവൻ സിനിമയിൽ അഭിനയിച്ച ആ പടം റിലീസാവാറായി. പിന്നെ എമ്പുരാനിലെ ചേച്ചി ചെറിയൊരു എനിക്കൊരു ചെറിയൊരു മഞ്ജു വാര്യരെ പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കൗണ്ട് സീൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് എമ്പുരാൻ സിനിമയിൽ. അന്ന് ഞാൻ പൃഥ്വിരാജിനെയും മഞ്ജു വാര്യരെയും, എനിക്ക് മഞ്ജു വാര്യരെ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ കുഞ്ഞുനാളിൽ തുടങ്ങിയ ഇഷ്ടമുള്ള മഞ്ജു വാര്യരെ. അപ്പം നേരിട്ട് കാണാൻ പറ്റി, തൊട്ടടുത്ത് കാണാൻ പറ്റി. മഞ്ജു വാര്യരെ പ്രസംഗിക്കുന്ന ആ ഒരു സീനിൽ ഞാൻ ഫ്രണ്ടിൽ ഫസ്റ്റത്തെ സെക്കൻഡ് രണ്ടാമത്തെ കസേരയിൽ ഞാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം എനിക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ട് സിനിമയിൽ. അതിൻ്റെ ടീസർ വന്ന സമയത്ത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി എനിക്കുണ്ട്. അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും അറിയിക്കുന്നു. ഓക്കെ, ബൈ.